السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. عن إسماعيل بن عبيد بن رفاعة عن أبيه عن جده أنه خرج مع رسول الله صلى الله عليه وسلم إلى المصلى فرأى الناس يتبايعون فقال يا معشر التجار فاستجابوا لرسول الله صلى الله عليه وسلم ورفعوا أعناقهم وأبصارهم إليه فقال إن التجار يبعثون يوم القيامة فجارا إلا من اتقى الله وبر وصدق. റവാഹു തിർമിദി. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇസ്മായിൽ ഇബ്നു ഉബൈദ് ഇബ്നു റിഫാഅ തൻ്റെ പിതാമഹനിൽ നിന്നും നിവേദനം ചെയ്തിട്ടുള്ള ഒരു ഹദീസാണ്. അദ്ദേഹം പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നമസ്കാര സ്ഥലത്തേക്ക് മുസല്ലയിലേക്ക് പുറപ്പെട്ടു. ഫറഅന്നാസ യതബായഊന, ആളുകൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത് റസൂൽ കണ്ടു. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ മഅ്ശറത് തുജ്ജാർ, അല്ലയോ കച്ചവടക്കാരുടെ സമൂഹമേ എന്ന് വിളിച്ചു. ഫസ്തജാബൂ ലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വറഫഉ അഅനാഖഹും വഅബ്സാറഹും ഇലൈഹി. കച്ചവടക്കാർ അത് കേട്ട് അവരുടെ കഴുത്തുകളും കണ്ണുകളും ഉയർത്തി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, ഇന്ന തുജ്ജാറ യുബഅസൂന യൗമൽ ഖിയാമത്തി ഫുജ്ജാറൻ, കച്ചവടക്കാർ അന്ത്യദിനത്തിൽ പാപികളായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ഇല്ലാ മനിത്തഖല്ലാഹ വബറ വസദഖ, അള്ളാഹുവിനെ സൂക്ഷിക്കുകയും പുണ്യപ്രവൃത്തികൾ ചെയ്യുകയും സത്യസന്ധത പാലിക്കുകയും ചെയ്തവരൊഴികെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി റസൂലിനോടൊപ്പം നമസ്കാര സ്ഥലത്തേക്ക് പുറപ്പെട്ടപ്പോൾ ആളുകൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ട് റസൂൽ അവരോട് ഉണർത്തലാണ്, യാ മഅ്ശറത് തുജ്ജാറെ, കച്ചവടക്കാരുടെ സമൂഹമേ എന്ന് വിളിച്ചപ്പോൾ എല്ലാവരും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ശ്രദ്ധിച്ചു. അവരുടെ കഴുത്തുകളും കണ്ണുകളും ഒക്കെ നബിയിലേക്ക് ഉയർത്തി. അപ്പോൾ പറഞ്ഞതാണ്, ഇന്ന തുജ്ജാറ യുബഅസൂന യൗമൽ ഖിയാമത്തി ഫുജ്ജാറൻ ഇല്ലാ മനിത്തഖല്ലാഹ വബറ വസദഖ, കച്ചവടക്കാർ അന്ത്യദിനത്തിൽ ഫുജ്ജാറായിരിക്കും, പാപികളായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അള്ളാഹുവിനെ സൂക്ഷിക്കുകയും പുണ്യപ്രവൃത്തികൾ ചെയ്യുകയും സത്യസന്ധത പാലിക്കുകയും ചെയ്തവരൊഴികെ. സത്യസന്ധത കാണിക്കുകയും കളവ് പറയാതിരിക്കുകയും വഞ്ചിക്കാതിരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ കച്ചവടത്തിൽ ഒരുപാട് നന്മകളും പുണ്യങ്ങളുമുണ്ട്. അത്തരക്കാരുടെ കച്ചവടത്തിന് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ബർക്കത്ത്, അനുഗ്രഹം ഉണ്ടാകും. ഒന്നും മറച്ചു വെക്കാതെയും കളവ് പറയാതെയുമാണ് രണ്ടുപേർ കച്ചവടം ചെയ്യുന്നതെങ്കിൽ ഇരുവർക്കും പുണ്യമുണ്ടെന്നും, മറച്ചു വെച്ചും കള്ളം പറഞ്ഞുമാണ് അത് നടത്തിയതെങ്കിൽ സകല അനുഗ്രഹങ്ങളും മായ്ക്കപ്പെടുമെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരിക്കൽ ഉണർത്തിയിട്ടുണ്ട്. സത്യസന്ധത പുലർത്തുക, ഒന്നും മറച്ചു വെക്കാതെ തുറന്നു പറയുക എന്നീ രണ്ട് കാര്യങ്ങളാണ് ഒരാളെ ആത്യന്തികമായി വിജയിക്കുന്ന കച്ചവടക്കാരനാക്കുക. അള്ളാഹുവിൻ്റെ സഹായവും അയാൾക്കുണ്ടാകും, ബർക്കത്ത് ചൊരിയുകയും ചെയ്യും. വഞ്ചന കാണിക്കുന്നത് അള്ളാഹുവിൻ്റെ കോപം ക്ഷണിച്ചു വരുത്തും. നാളെ പരലോകത്ത് അള്ളാഹു തിരിഞ്ഞു നോക്കാത്ത 3 പേരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിലൊന്ന് കള്ളസത്യം ചെയ്ത് തൻ്റെ ചരക്ക് വിൽക്കുന്നവനാണ്. ആ 3 പേരിൽ ഒരാൾ കള്ളസത്യം ചെയ്ത് ചരക്ക് വിൽക്കുക. സർവ്വസാധാരണമാണ് ഈ സംഭവം.
അതും അള്ളാഹുവിനെ പിടിച്ച് തന്നെ സത്യം ചെയ്യുള്ളൂ. എന്നിട്ടാണ് കള്ളക്കച്ചവടം നടത്തുന്നത്. കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളം പ്രവാചക വചനങ്ങൾ കാണാം. സത്യസന്ധനായ കച്ചവടക്കാരൻ നബിമാരുടെയും സിദ്ദീഖുകളുടെയും രക്തസാക്ഷികളുടെയും ഒപ്പമാണ് പരലോകത്ത് ആഗതനാവുക എന്നും റസൂല് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും ചേർത്ത് നമ്മൾ വായിക്കണം. എങ്ങനെയുള്ള കച്ചവടക്കാരാകണം? സത്യസന്ധരായ കച്ചവടക്കാരാകണമോ, വഞ്ചകരായ കച്ചവടക്കാരാകണമോ, നുണ പറയുന്ന കച്ചവടക്കാരാകണമോ, പരലോകത്ത് ദുർമാർഗികളായി മാറുന്ന, പാപികളായി മാറുന്ന കച്ചവടക്കാരായി മാറണമോ? ഇതൊക്കെയാണ് കച്ചവടക്കാർ ചിന്തിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കച്ചവടക്കാർ പാപികളായി ഹാജരാക്കപ്പെടും എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് വളരെ ഗൗരവമുള്ളതാണ്. കാരണം മിക്ക കച്ചവടക്കാരും പലതരത്തിൽ ചതിച്ചും വഞ്ചിച്ചും കളവ് പറഞ്ഞും നുണ പറഞ്ഞും കള്ളസത്യം ചെയ്തും ഒക്കെയാണ് കച്ചവടം നടത്തിക്കൊണ്ടു പോകുന്നത്. മറ്റുള്ളവരുടെ സ്വത്ത് അന്യായമായി കൈവശപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നു എന്ന് സാരം. അതിനാൽ പരലോകത്ത് മോക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇടപാടുകളിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം. തൻ്റെ കച്ചവട ചരക്കിനെ കുറിച്ച് എന്തെങ്കിലും സത്യം ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ അത് ഉള്ളതായിരിക്കണം. ഇല്ലാത്തത് പറഞ്ഞിട്ട് അള്ളാഹുവിനെ തന്നെ പടച്ചവനാണ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഇടപാടുകളിലെ എല്ലാ സംസാരവും ഇതുപോലെ സത്യസന്ധമായിരിക്കുകയും വേണം. പലർക്കും കളവ് പറയാനോ ചതിക്കാനോ യാതൊരു മടിയുമില്ല. പരലോകം അല്ല, ഇഹലോകമാണ് അവരുടെ പരിഗണനാ വിഷയം. ഇവിടുത്തെ ലാഭം, കൊള്ളലാഭം, ഇവിടെ സുഖിക്കൽ, പരലോകമല്ല അത് വരുമ്പോൾ കാണാന്നുള്ള മനോഭാവം, അത് അള്ളാഹുവിൻ്റെ കോപം ക്ഷണിച്ചു വരുത്തുകയും അന്യായമായി സമ്പാദിച്ചു കൂട്ടിയതിനെ ഒടുവിൽ നശിപ്പിച്ചു കളയുകയും ചെയ്യാൻ വഴിയൊരുക്കും. അള്ളാഹുവിൻ്റെ ബർക്കത്ത് ഇല്ലെങ്കിൽ ഖാറൂനിനോളം സമ്പാദിച്ചിട്ട് യാതൊരു കാര്യമില്ല. എത്രയാ സമ്പാദിച്ചത് ഖാറൂൻ? വല്ല ബർക്കത്തും അതിലുണ്ടായോ? അവസാനം അടിച്ചു പൊളിച്ച് ആഡംബര ജീവിതം നയിച്ചെല്ലാം നശിച്ചില്ലേ? അന്യായമായി സമ്പാദിച്ച സ്വർണവും വെള്ളിയുമൊക്കെ ഉരുക്കി ഒഴിച്ചാണ് അത്തരം അധർമ്മകാരികളെ പരലോകത്ത് ശിക്ഷിക്കുക എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് കച്ചവടം ചെയ്യുന്ന മേഖല. അത് കച്ചവടമല്ലേ, എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, നിസ്കാരവും നോമ്പൊന്നും അല്ലല്ലോ, നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് പിടിക്കുന്നുണ്ട്, നന്മകൾ ചെയ്യുന്നുണ്ട്, ഇത് കച്ചവടമല്ലേ, അതെങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ ഇടം ഇല്ല, വിചാരിക്കാവതല്ല. അതുകൊണ്ട് ഏത് രംഗത്തും സൂക്ഷ്മത പുലർത്തണം, സത്യസന്ധത പാലിക്കണം. അങ്ങനെയുള്ളവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.